أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. أيها الناس أوصيكم وإياي نفسي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു മുത്തഖിയായി ജീവിച്ച് നാളെ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ഒരു മുവഹിദായി കൊണ്ട് മരണപ്പെട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉയർച്ചെഴുന്നേൽപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള പരിശ്രമങ്ങൾ എമ്പാടും ജീവിതത്തിൽ വേണമെന്ന് ഏറെ ഗൗരവത്തോടുകൂടി ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആദ്യമേ ഉണർത്താനുള്ള ചെറിയൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ലൗ യഅലമുന്നാസ്, ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ജനങ്ങൾക്കറിയാമായിരുന്നുവെങ്കിൽ, മാ ഫിന്നിദാഇ, ബാങ്കിനെ സംബന്ധിച്ച് അവരറിയുന്നവരായിരുന്നുവെങ്കിൽ, വസ്സഫിൽ അവ്വൽ, ഒന്നാമത്തെ സൊഫിനെ സംബന്ധിച്ച് അവർ അറിയുന്നവരായിരുന്നുവെങ്കിൽ, ജനങ്ങൾക്ക് അതിന്റെ മഹത്വം എന്താണ്, അതിന്റെ ഫദ്ൽ എന്താണ് എന്ന് അറിയുമായിരുന്നുവെങ്കിൽ, സുമ്മ ലം യജിദു ഇല്ലാ അൻ യസ്തഹിമു, അവരതിനു വേണ്ടി മത്സരിച്ച് നറുക്കിടുമായിരുന്നു എന്നാണ്. ഒന്നാമത്തെ സൊഫിന്റെ പ്രാധാന്യം എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ ഒന്നാമത്തെ സൊഫിന് വേണ്ടി ആളുകൾ തിക്കിത്തിരക്കി ഇടികൂടി ആ സൊഫിൽ ഒന്നാമതായി നിൽക്കാൻ വേണ്ടി, ഒന്നാമത്തെ സൊഫിൽ നിൽക്കാൻ വേണ്ടി ആളുകൾ നറുക്കിടുമായിരുന്നു. അലൈഹി ലസ്തഹമു, അവർ ഉറപ്പായി നറുക്കിടുമായിരുന്നു എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ജുമാ നമസ്കാരത്തിന് വേണ്ടി ഖുത്ബ ശ്രവിക്കുവാൻ വേണ്ടി നേരത്തെ പള്ളിയിലേക്ക് എത്തുന്ന ആളുകളാണ്. ആ ബാങ്കിന്റെയും ആ ഖുത്ബക്കും മുമ്പ് പള്ളിയിലേക്ക് എത്തുന്നതിന് വേണ്ടി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേരുന്ന ആളുകളാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്, പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പരമാവധി നമ്മുടെ മുൻ നിരയിലുള്ള സൊഫുകൾ പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ പിന്നിലേക്ക് പോകും. ഇതിപ്പോ നമ്മൾ പള്ളിയിൽ നോക്കിയാൽ ആദ്യത്തെ മൊത്തം സൊഫുകൾ മൊത്തം നമ്മൾ പള്ളി ഇങ്ങനെ നടുക്കുന്നിങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ പിന്നിലെ ഭാഗത്താണ് ആളുകൾ കൂടുതൽ, മുന്നിലേക്കുള്ള സഫുകളിലാണ് ആളുകൾ കുറവ് വരിക. സാധാരണ മുന്നിലെ സഫുകൾ ഇങ്ങനെ നിറഞ്ഞിട്ട് ബാക്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആളുകൾ ഇരിക്കുക. പക്ഷെ ഇതിപ്പോ മുമ്പിലാണ് അവിടെ ഇവിടെയൊക്കെയുള്ള ആളുകൾ വരിക. പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. തീരെ വയ്യാത്ത ആളുകളുണ്ട് എങ്കിൽ, യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച ആളുകളുണ്ട് എങ്കിൽ, ചാരി തന്നെ ഇരിക്കേണ്ട ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കണം. ഇല്ലാത്തവർ പരമാവധി എന്ത് ചെയ്യുക, മുമ്പിലേക്ക് വന്നിരിക്കുക. ഇനി ഇരുന്ന് അല്പസമയം കഴിയുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാറി ബാക്കിലേക്ക് ഇരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകുമാറാണ്. അതുപോലെ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളൊരു വിഷയം, നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത്
നമ്മൾ ഉദു എടുക്കാനോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് വന്നിട്ട് തഹിയ്യത്ത് നമസ്കരിക്കാനോ നിൽക്കുകയാണ് എങ്കിൽ ബാങ്ക് തീരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം ബാങ്കിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മൾ ഖുത്ബ ആദ്യം മുതൽ ശ്രവിക്കുക എന്നുള്ള. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഹംദും സലാത്തും ഒന്നും നമ്മുടെ ഖുത്ബയുടെ ഒരു ഭാഗത്തേക്ക് ചിലപ്പോൾ കൂട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ഹംദു സലാത്തൊക്കെ തീരുമ്പോൾ നിസ്കരിച്ച് തീരാ, അതിനേക്കാൾ ഖൈറായിട്ടുള്ളത് നമ്മൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഓതോ എടുക്കുന്നത് കൊണ്ടോ നമുക്ക് നമസ്കരിക്കുന്നത് കൊണ്ടോ ഒരു വിരോധവും ആ വിഷയത്തിലില്ല. അതുകൊണ്ട് പരമാവധി നേരത്തെ തന്നെ നമ്മുടെ നമസ്കാരങ്ങൾ നമ്മൾ പള്ളിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഓതോ എടുക്കുക, നമസ്കരിക്കുക, ഖുത്ബ ആദ്യം മുതലേ ശ്രമിക്കാനുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ഗൗരവത്തോടു കൂടി ഓർമ്മിപ്പിക്കാനുള്ളത് നമ്മുടെ ഖുത്ബയിലാകട്ടെ, നമ്മുടെ ഹംദിലും സ്വലാത്തിലും ആകട്ടെ, നമ്മുടെ ബാങ്കിലും ഒക്കെ ആകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലാൻ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം ഹംദു സ്വലാത്തൊക്കെ ചൊല്ലുമ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഇങ്ങനെ അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ മിന്നി മറിയും. നമ്മളത് ഒരു പതിവായതുകൊണ്ട്, ശീലമായതുകൊണ്ട് ഒരു പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്ത അവസ്ഥ ഉണ്ടാവും. ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹംദു സ്വലാത്തൊക്കെ ചൊല്ലുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഹിദായത്ത് നൽകിയ ചില ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത് വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളതും ഈ ലോകത്തിനൊരു സൃഷ്ടാവ് ഉണ്ട് എന്ന് തിരിച്ചറിവും ആ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഒരു ബോധവും തിരിച്ചറിവും ഒക്കെ മനസ്സിലാവുക, അതൊക്കെ ഒരു ബോധ്യമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്ത് ലഭിക്കണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അബൂ താലിബിന്റെ വിഷയത്തിൽ അവിടെ നിന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ചു അബൂ താലിബ് ഒന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന്. മരണസമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി പരിശ്രമിച്ചത് നമ്മളെല്ലാവരും കേട്ട് പരിചയിച്ച ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത ഇലൈക. പ്രവാചകരെ, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ, മൻ അഹ്ബബ്ത, താങ്കൾക്ക് ഹുബ്ബുള്ള, താങ്കൾ സ്നേഹിക്കുന്ന, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഹിദായത്തിലാക്കാൻ കഴിയുകയില്ല. ലാ തഹ്ദി, അത് താങ്കൾക്ക് കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഹിദായത്ത് നൽകുന്നവനെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉള്ളത് കൊണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടോ, പറഞ്ഞത് മനസ്സിലാകാത്തത് കൊണ്ടോ, ആ പ്രബോധനത്തിന് ഒരു എഫിഷ്യൻസി പോരാഞ്ഞിട്ടോ അല്ല ആ ജനങ്ങൾക്ക് ദീൻ കിട്ടാതിരുന്നത്, ഹിദായത്തിന് കിട്ടാതിരുന്നത്. ആ ജനങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഹിദായത്ത് ലഭിക്കാതിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് ഹിദായത്ത് ലഭിക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയാകട്ടെ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയാകട്ടെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനാകട്ടെ, ഇങ്ങനെ പ്രവാചകന്മാരുടെ അഹ്ലുകാർ, അവർക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാത്ത ഒരു മഹാസൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് എന്ന ഒരു അനുഗ്രഹം നമുക്ക് നൽകുമ്പോൾ, അതിനേക്കാളൊക്കെ പുറമെ യഥാർത്ഥ ദീനിനെ ഉൾക്കൊള്ളാൻ മൻഹജു സലഫ് അനുസരിച്ച് യഥാർത്ഥ ദീൻ എന്താണ് എന്നും ഏത് റൂട്ടിലാണ്, ഏത് മെത്തേഡിലാണ്, ഏത് ശൈലിയിലാണ് ഈ ദീനിനെ മനസ്സിലാക്കേണ്ടത് എന്നുമൊക്കെ മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വിലയല്ല ഈ ഹിദായത്തിന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കൊടുക്കേണ്ടി വരിക. ഈ ഹിദായത്ത് ലഭിച്ച നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ എളുപ്പമായിരിക്കും. നിങ്ങൾ ഹിദായത്ത് കിട്ടിയ ആളുകളാണ്, നിങ്ങൾ ദീന് മനസ്സിലാക്കിയ ആളുകളാണ്, ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്, മൻഹജു സലഫ് അനുസരിച്ച് ഇസ്ലാമിന്റെ രീതിശാസ്ത്രമൊക്കെ മനസ്സിലാക്കിയ ആളുകളാണ്. ഇനി അങ്ങോട്ടെല്ലാം എളുപ്പമായിരിക്കും. ആ ഈമാൻ കൊണ്ട് ജീവിതത്തിലുടനീളം ഇനി സന്തോഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്നൊരു ഗ്യാരണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുടനീളം നമ്മൾ വായിച്ച് പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും അതേ ചരിത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ 29-ാമത്തെ അധ്യായം സൂറത്തുൽ അൻകബൂത്തിന്റെ ആദ്യ 3 വചനങ്ങൾ ഏറെ ഗൗരവത്തോടു കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ട പരിശുദ്ധ ഖുർആനിലെ 3 ആയത്തുകളാണ്. അലിഫ് ലാം മീം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക, അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ, ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ, അയ്യുത്രകു, നിങ്ങളെ അള്ളാഹു വിട്ടുകളയുമെന്ന്, നിങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങ് വിട്ടേക്കുമെന്ന് അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? എന്തിന്റെ പേരിൽ? അയ്യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ. ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു, അള്ളാഹു ഏകനായ രക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചു, അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അയ്യുത്രകു, നിങ്ങളെ അള്ളാഹു വിട്ടുകളയും എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വഹും ലാ യുഫ്തനൂൻ, നിങ്ങളെ അള്ളാഹു ഒരു ഫിത്ന കൊണ്ടും ഒരു പ്രയാസം കൊണ്ടും പരീക്ഷിക്കുകയില്ല എന്നാണോ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്തിന്റെ പേരിൽ? അയ്യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും ഇതുപോലെ ഹിദായത്ത് കിട്ടിയിരുന്നു, അവരും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖു, സത്യം പറയുന്നവരാരാണ്, വലയഅലമന്നൽ കാദിബീൻ, കളവ് പറയുന്നവരാരാണ്. ഹൃദയത്തിൽ അങ്ങേറ്റം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും ഞാൻ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ കൈവിടുകയില്ല എന്ന് പറയുന്ന ആളുകളും കേവലം നാവുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളെയും വലയഅലമന്ന, അവരെ രണ്ടുപേരെയും വേർതിരിക്കാൻ വേണ്ടി. കാരണം നാവ് കൊണ്ട് ഇത് പറയാൻ സാധിക്കും, പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അതൊക്കെ പ്രഖ്യാപിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും. എന്നാലൊരു പ്രയാസം വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, ഒരു പ്രതിസന്ധി, ഒരു ബ്ലോക്ക്, ഒരു തടസ്സം വരുന്ന സമയത്ത് ആ ഈമാനിനെ മുറുകെ പിടിക്കാൻ എത്ര ആളുകൾക്ക് കഴിയും? അതുപോലെ ശക്തമായ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ച ഈമാൻ ആർക്കൊക്കെ ഉണ്ട് എന്ന് വേർതിരിച്ചു കാണിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, മുമ്പുള്ള ആളുകളെ പരീക്ഷിച്ചതുപോലെ നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്നാണ്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയുടെ 214-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിച്ചത് അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്നാണോ? അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ ഇങ്ങനെ വരുന്നു, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ച് ഇങ്ങനെ വരുന്നു, ഖിയാമത്ത് നാളിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു, നമ്മളെല്ലാവരും കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നു. അല്ല, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളൊക്കെ അനുഭവിച്ചത്, നിങ്ങളുടെ മുമ്പുള്ള ആളുകളൊക്കെ പ്രയാസപ്പെട്ടത്, ത്യാഗം സഹിച്ചതുപോലെ ഇതൊന്നുമില്ലാതെ ഇലക്കും മുള്ളിനും കേടില്ലാതെ ഇങ്ങനെ എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാം എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? മസ്സത്ഹുമുൽ ബഅ്സാ വദ്ദറാ, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, സ്വന്തം നാട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്, സ്വന്തം മുന്നിൽ വെച്ചുകൊണ്ട് മക്കളെ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, സ്വന്തം മുമ്പിൽ വെച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കളെ വലിച്ചു കീറിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഒരു ക്യൂവിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഒന്നാമത്തെ ആളെ അയാളുടെ തലയുടെ മുകളിൽ ഇങ്ങനെ ഒരു ഈർച്ചവാള് വെച്ച് അയാളെ വെട്ടിമുറിച്ച് 2 കഷ്ണമാക്കി. അത് കണ്ടിട്ടും ആ ക്യൂവിൽ നിന്ന് ആളുകൾ ആരും മാറിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊന്നും അനുഭവിക്കാതെ, പ്രയാസങ്ങളൊന്നുമില്ലാതെ, ഒരു അല്ലലുമില്ലാതെ ഇങ്ങനെ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാം എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എത്രത്തോളം വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന മഅഹു മതാ നസ്റുല്ലാഹ്, എത്രത്തോളം അവർ പിടിച്ച് കുലുക്കപ്പെട്ടു എന്നാണ്. അവര് പ്രകമ്പനം കൊണ്ടുപോയിട്ടുണ്ട്, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങി പോയിട്ടുണ്ട്. ആരുടെ? പ്രവാചകന്മാരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോയിട്ടുണ്ട്. വല്ലദീന മഅഹു, പ്രവാചകന്മാരുടെ അനുയായികളുടെയും. അവർ കിടുങ്ങിപ്പോയിട്ടുണ്ട്, അവർ ആലോചിച്ചു പോയിട്ടുണ്ട്, അവർ ചോദിച്ചു പോയിട്ടുണ്ട്, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാണ് ഇനി അള്ളാഹുവിന്റെ സഹായം വരിക? ഇനി ഇപ്പോഴല്ലെങ്കിൽ ഇനി എപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുക എന്ന് പ്രവാചകന്മാർ പോലും വിറച്ചു പോയിട്ടുണ്ട് ആ പരീക്ഷണങ്ങളുടെ മുമ്പിൽ നിന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അത് ഉറപ്പായും നിങ്ങളിലേക്ക് എത്തും എന്നൊരു വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്? നമ്മൾ പല ആളുകളുടെയും ഒരു ധാരണ, ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ചു, ഞാനത് മനസ്സിലാക്കി, ഞാനത് ഉൾക്കൊണ്ടിട്ടുണ്ട്,
എൻ്റെ ഹൃദയത്തിലാണ് ഈമാനുള്ളത്. അത് ആര് ചോദിച്ചാലും, ആര് പറഞ്ഞാലും, ആര് വിമർശിച്ചാലും എൻ്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ എൻ്റെ ഈമാനുണ്ട്. അത് ഞാനൊരു പക്ഷേ ചിലപ്പോൾ പുറത്തേക്ക് കാണിക്കുന്നില്ലായിരിക്കും, അതൊരു പക്ഷെ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ടാവില്ല. എൻ്റെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന പല വിഷയങ്ങളും വരുമ്പോൾ ഞാനൊരു പക്ഷെ മിണ്ടാതിരിക്കും, ഞാനതിനോട് മൗനം പാലിക്കും, ഞാനതിനെ എതിർക്കാനൊന്നും നിൽക്കാറില്ല. പക്ഷേ ഈമാൻ എൻ്റെ ഹൃദയത്തിലാണ്. സഹോദരങ്ങളെ, അതല്ല ഈമാൻ, അതല്ല ഈമാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്ത് നമ്മളെ പഠിപ്പിച്ച ഈമാൻ അതല്ല. ഈമാനിന്റെ നിർവചനം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരുപക്ഷെ ഓതി പഠിച്ചിട്ടുണ്ടാകും. അൽ ഈമാനു ഖൗലുൻ ബിൽ ലിസാൻ. ഈമാൻ അത് നാവുകൊണ്ട് ഉള്ളൊരു പ്രഖ്യാപിക്കലാണ്, ഒരു പ്രസ്താവനയാണ്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന ഒരു പ്രസ്താവന. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. വഅ്തിഖാദുൻ ബിൽ ഖൽബ്. അത് ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആണിയടിച്ചുറപ്പിച്ചതുപോലെ അതിങ്ങനെ ഉറച്ചിരിക്കണമായി ഈമാൻ എന്ന് പറയുന്നു. അതുകൊണ്ടുമായില്ല. വൽ അമലും ബിൽ ജവാരിഹ്. അത് അമലായി പുറത്തേക്ക് കാണണം. അല്ലാതെ ഞാൻ അതിലൊന്നുമില്ല, ഞാൻ ഇതിലൊന്നുമില്ല, ഞാൻ അപ്പുറത്തുമില്ല ഇപ്പുറത്തുമില്ല, ഇതൊക്കെ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനൊക്കെ ഉണ്ട്. എൻ്റെ ഈമാൻ ഞാനും പടച്ചോനും മാത്രം തമ്മിലുള്ള ഒരു രഹസ്യമാണ്. അതാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല, അത് ആരോടും പറയേണ്ട ആവശ്യം എനിക്കില്ല, അത് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. സഹോദരങ്ങളെ, അതല്ല ഈമാൻ, അതല്ല ഈമാൻ. ഈമാൻ എന്ന് പറയുന്നത് ഒരാളുടെ ഹൃദയത്തിലുള്ള ഈമാൻ അയാളുടെ പ്രവർത്തനങ്ങളിലും അയാളുടെ സംസാരങ്ങളിലും അയാളുടെ നിലപാടുകളിലും നിഴലിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് യഥാർത്ഥത്തിലുള്ള ഈമാൻ എന്ന് പറയുന്നത്. അതേതെങ്കിലും ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ വരുമ്പോഴോ, ഏതെങ്കിലും കുറച്ച് ആളുകൾ ഒരു പത്രവാർത്തയിലൂടെ നമ്മളെ വിമർശിക്കുമ്പോഴോ, ഏതെങ്കിലും യൂട്യൂബിന്റെ ലൈവുകളിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ചീത്ത പറയുമ്പോഴോ ചോർന്നു പോകുന്ന ഒന്നായിരിക്കരുത് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈമാൻ. ഈ ഹിദായത്തിനെ അല്ലാഹു പരീക്ഷിച്ചു നോക്കും. നമ്മൾ എത്രത്തോളം പിടിച്ചു നിൽക്കുമെന്നറിയാൻ, എവിടെയൊക്കെ നമ്മുടെ നിലപാടുകളിൽ നമ്മൾ ഉറച്ചു നിൽക്കുമെന്നറിയാൻ, എവിടെയൊക്കെ നമ്മുടെ വിശ്വാസങ്ങളെ പണയം വെച്ചുകൊണ്ട്, എവിടെയൊക്കെ നമ്മുടെ വിശ്വാസങ്ങളെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട്, അതൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒരു കിണർ കുഴിച്ചു മൂടുന്നത് പോലെ വിശ്വാസങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്കിട്ട് മൂടി വെക്കും. അത് ചില സമയത്തൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും, ചില സമയത്തൊക്കെ അതിങ്ങനെ മൂടിക്കിടക്കും. ഇതാണോ ഇവന്റെ ഈമാൻ എന്ന് തിരിച്ചറിയാൻ നമുക്ക് മുമ്പുള്ള ആളുകൾ പ്രയാസപ്പെട്ടതുപോലെ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ട സമയങ്ങൾ നമുക്ക് വരും. അത് ഗവൺമെന്റിന്റെ സർക്കുലർ ആയാലും, നമ്മൾ സ്വീകരിക്കേണ്ട ചില മറുപടികളായാലും, നമുക്ക് നേരെ ഉയർന്നു വരുന്ന ചില ആരോപണങ്ങളാണ് എങ്കിലും, ആ സമയത്തൊക്കെ അത് അങ്ങനൊന്നുമില്ല, ഞാൻ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഞാൻ അത്ര വലിയ ഒരു തീവ്ര ചിന്താഗതിക്കാരനൊന്നുമല്ല. ഇത് നിസ്സാരമായ നമ്മുടെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ വരുമ്പോഴേക്കും തന്നെ പേടിച്ച് മാളത്തിലൊളിക്കുന്ന ഒരു ഈമാനാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത് എങ്കിൽ സഹോദരങ്ങളെ, അതുമായി കൊണ്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പടച്ചവനൊരു ചോദ്യം ചോദിക്കും, ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാം എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നമുക്ക് ചരിത്രങ്ങളേറെ പഠിക്കുന്ന ആളുകളാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 68-ാം അധ്യായം സൂറത്തുൽ ഖലമിന്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. വദ്ദു, അവരാഗ്രഹിക്കുന്നവർ, കൊതിക്കുന്ന പ്രവാചകരെ. മക്കയിലെ മുശ്രിക്കുകൾ കൊതിച്ചു പോകുന്നുണ്ട്. ലൗ തുദ്ഹിനു, താങ്കളൊന്ന് മയപ്പെട്ടിരുന്നുവെങ്കിൽ, താങ്കൾ അവരോട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിരുന്നുവെങ്കിൽ, ചില സ്ഥലങ്ങളിലൊക്കെ മൗനം പാലിച്ച് കണ്ണടച്ച് വിട്ടിരുന്നുവെങ്കിൽ എന്ന് അവരാഗ്രഹിക്കാൻ. ഫയുദ്ഹിനൂൻ, അങ്ങനെയാണെങ്കിൽ അവരും അതിനുവേണ്ടി റെഡിയാണ്. കുറച്ചൊക്കെ ഞങ്ങളുടെ കാര്യത്തിലൊക്കെ ഇടപെടാതെ ഞങ്ങളെങ്ങനെ വെറുതെ വിട്ടാൽ, ഞങ്ങളുടെ വഴിക്ക് വിട്ടു കഴിഞ്ഞാൽ, പ്രവാചകരെ താങ്കൾക്കും മക്കയിൽ സുഖമായി ജീവിക്കാം, താങ്കളുടെ പ്രബോധന പ്രവർത്തനങ്ങളും ഒക്കെയായി ഇങ്ങനെ സുഖമായി ജീവിക്കാം, കുറച്ച് അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറായാൽ മതി എന്ന് വദ്ദു, അവരാഗ്രഹിക്കുന്നു, അവർ കൊതിച്ചു പോകുന്നു റസൂലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്തുൽ ആൽ ഇംറാന്റെ 139-ാമത്തെ വചനം. നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ ഓരോ നിമിഷവും, നമ്മൾ മുഅ്മിനായിരിക്കുന്ന ഓരോ സെക്കൻഡും നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തായിരിക്കണം ഇത്. വലാ തഹീനു വലാ തഹ്സനു. നിങ്ങൾ വിഷമിക്കാൻ പാടില്ല, നിങ്ങൾ പ്രയാസപ്പെടാൻ പാടില്ല, നിങ്ങൾ വരാനിരിക്കുന്നത് ഓർത്ത് ഇതിപ്പോ അങ്ങനെ ആവും, നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടി വരും, നമ്മുടെ പൗരത്വമൊക്കെ ഇവിടെ നഷ്ടപ്പെടും, എല്ലാം ഇല്ലാതെ നമ്മൾ ഇങ്ങനെ ആട്ടി അകറ്റപ്പെടും. വലാ തഹീനു വലാ തഹ്സനു. നിങ്ങൾ ഭയപ്പെടേണ്ട ആളുകളല്ല,
നിങ്ങൾ വിഷമിച്ച് ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ആളുകളല്ല. അൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് വിജയികൾ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ ജീവിതത്തിലുടനീളം നമുക്കുണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യം പലപ്പോഴും നമ്മളിങ്ങനെ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സാര ഒരു വിഷയം വരുമ്പോഴേക്ക് നമ്മൾ ആകെ ഇങ്ങനെ അങ്കലാപ്പിലായി, ആകെ ഇങ്ങനെ വല്ലാത്തൊരു ഹാലിൽ ഇനിയിപ്പോ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഒരു കാലഘട്ടം വരാനുണ്ട്, ഇസ്ലാമിന്റെ ഒരു കാലഘട്ടം വരാനുണ്ട്. ആളുകൾ ഇസ്ലാമിനെ മുമ്പിൽ കൊണ്ടു നടക്കുക, അവരുടെ ജീവിതത്തിൽ ഇസ്ലാമിനെ പാലിച്ചവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരു തീയിന്റെ കട്ട, കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയിന്റെ കട്ട അവൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചത് നിലത്ത് വീഴാതെ എങ്ങനെ സൂക്ഷിക്കുമോ, അതുപോലെ ദീനിനെ കൊണ്ടു നടക്കേണ്ട ഒരു കാലഘട്ടം വരുന്നതാണ്. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പേ പഠിപ്പിച്ചൊരു വിഷയമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുന്നിലിരിക്കുന്ന സ്വഹാബികളെ നോക്കിക്കൊണ്ട് പറയാണ്, നിങ്ങളെപ്പോലുള്ള 50 ആളുകൾ ഷഹീദാകുന്ന കൂലിയാണ് അന്നൊരാള് ദീനിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവനെയാണ്. സ്വഹാബികൾ ചോദിച്ചു, ഞങ്ങളെപ്പോലുള്ള 50 ആളുകളോ അതോ അവരെ പോലുള്ള 50 ആളുകളോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള 50 ആളുകൾ ഷഹീദായാൽ, സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് 50 ആളുകൾ ഷഹീദായാൽ അവരുടെ കൂലിയാണ് അന്ന് ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്കുണ്ടാവുക എന്നത്. ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുപോലെ നമ്മുടെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ ഈമാൻ എവിടെയാണ് എന്നറിയുന്ന, നമ്മുടെ ഈമാനിന്റെ ദറജ എത്രത്തോളമാണ്, എത്രത്തോളം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന രംഗങ്ങളിലൊക്കെ മൗനം പാലിച്ചുകൊണ്ട്, ആ ആക്ഷേപങ്ങൾക്കെതിരെ മുഖം തിരിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു നിലപാടാണ് നമുക്കുള്ളത് എങ്കിൽ സഹോദരങ്ങളെ, അതിനെതിരെ ആ ഒരു സന്ദർഭത്തിലൊക്കെ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന ആളുകൾ പോയ സ്വർഗത്തിലേക്ക് പോകണമെന്ന് പിന്നെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, ഏറെ ഗൗരവത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതാനും ചില സംഭവങ്ങൾ, ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു മുസ്ലിമായ വ്യക്തി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മാ ശാ അല്ലാഹു വശിഅത, മാ ശാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ, വശിഅത, റസൂലെ താങ്കളും ഉദ്ദേശിച്ചാലും, മാ ശാ അല്ലാഹു വശിഅത. മറ്റൊരു റിവായത്തിൽ മാ ശാ അല്ലാഹു വ റസൂലുഹു ശിഅത, അല്ലാഹു ഉദ്ദേശിച്ചാൽ താങ്കളും ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. സ്വാഭാവികമായും റസൂലുഹു എന്ന് പറയണമെങ്കിൽ ആ വ്യക്തി പ്രവാചകനിൽ വിശ്വസിച്ച ആളാണ്. മാഷാ അല്ലാഹ് എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ച ഒരാളാണ്, ഒരു മുസ്ലിമായ വ്യക്തി. അങ്ങനെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹുവിനോട് തുല്യനാക്കുകയാണോ? അജഅൽതനി ലില്ലാഹി നിദ്ദൻ, ഇത്ര ഗൗരവമുള്ളൊരു ചോദ്യമാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്തുദ്ദേശിച്ചാണ് അങ്ങനെ ചോദിച്ചത്, എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്, നിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു, എന്തുദ്ദേശത്തിലാണ് അങ്ങനെ ചോദിച്ചത്, എന്നെ അള്ളാഹുവിനോട് തുല്യനാക്കാനുള്ള വല്ല നീയത്തും വല്ല ചിന്തയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നതൊന്നുമില്ല. ആ സംസാരത്തിനെ തന്നെ, ആ വാക്കിനെ തന്നെ, ആ മുസ്ലിമായ വ്യക്തിയുടെ വാക്കിനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറുത്ത് മുറിക്കുകയാണ്. അത് ശിർക്കിന്റെ സംസാരമാണ്. അജഅൽതനി ലില്ലാഹി നിദ്ദൻ, ആ ഒരൊറ്റ സംസാരം കൊണ്ട് ആ വ്യക്തിയുടെ ഹൃദയം കീറിമുറിച്ച് പരിശോധിച്ച് ശിർക്കാണോ തൗഹീദാണോ ഇതൊന്നും നോക്കിയിട്ടല്ല, നീ എന്നെ അല്ലാഹുവിനോട് തുല്യനാക്കുകയാണോ എന്ന ഒരൊറ്റ ചോദ്യം അവിടെ ഉണ്ടാകുമ്പോ സഹോദരങ്ങളെ, കേവലം ഒരു സംസാരത്തിന്റെ ഗൗരവം എത്രയാണ് എന്ന് നമ്മൾ ഏറെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണ്ടേ. ആ ചോദിച്ച വ്യക്തി ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിനോട് തുല്യനാക്കിക്കൊണ്ടോ, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിച്ചിട്ടോ, അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നത് എന്ന് വിശ്വസിച്ചിട്ടോ ഇതൊന്നുമല്ല. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹുവിനോട് തുല്യനാക്കുകയാണോ എന്ന്. കേവലം ഒരു സംസാരത്തിന്റെ ഒരു വിഷയത്തിൽ അത്ര ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുണ്ട് എങ്കിൽ നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഒരു വ്യക്തി ജനങ്ങളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്ക് ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ കേൾക്കുന്നു. ആ വ്യക്തി പറയാണ്, മൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് റശദ. ആരാണോ യുത്ഇല്ലാഹ്, അത്തീഉല്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ചവൻ ആരാണോ, വറസൂലഹു, അവന്റെ പ്രവാചകനെയും അനുസരിച്ചവൻ ആരാണോ. പരിശുദ്ധ ഖുർആനിന്റെ തന്നെ ഒരു പ്രയോഗമാണ് ഖുൽ അത്തീഉല്ലാഹ വറസൂല. അതിൽ തെറ്റൊന്നുമില്ല. അല്ലാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം. അതിനുശേഷം ആ വ്യക്തി തുടർന്നു കൊണ്ടുവരുന്നു, വമൻ യഅ്സിഹിമാ ഫഖദ് ഗവാ. തുടർന്നു കൊണ്ട് പറഞ്ഞത് ഫമൻ യഅ്സിഹിമാ, ആരാണോ യഅ്സിഹിമാ, അവരെ രണ്ടുപേരോടും അനുസരണക്കേട് കാണിച്ചത്. ഇവിടെ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് യുത്ഇല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെ അനുസരിച്ചവൻ, വറസൂലഹു, അവന്റെ അള്ളാഹുവിന്റെ പ്രവാചകനെയും അനുസരിച്ചവൻ എന്നാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞപ്പോ യഅ്സിഹിമ എന്നാണ് പറഞ്ഞത്. യഅ്സിഹിമ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും, ആ രണ്ടുപേരെയും അനുസരണക്കേട് കാണിച്ചവൻ എന്നെ ഉള്ളൂ. അറബി ഭാഷാപരമായിട്ട് അതിൽ തെറ്റൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ബിഅ്സൽ ഖതീബു അൻത, നീ എത്ര മോശം സംസാരമാണ് സംസാരിച്ചത് എന്ന്, നീ എത്ര മോശം ഉപദേശമാണ് ഈ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്താണ് പറഞ്ഞതിൽ എന്താ തെറ്റെന്താ? മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാം, ഖുൽ ഔ ഖാല ഇദ്ഹബ്, അയാളെ പറഞ്ഞു വിടാണ്, നീ ഇവിടുന്ന് പോകൂ, ഫബിഅ്സൽ ഖതീബു അൻത, നീ എത്ര മോശം ഉപദേശകനാണ് എന്ന്. ആ വ്യക്തി പറഞ്ഞത് എന്താ? അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവൻ റഷദ, അവൻ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു. അവരോട് രണ്ടുപേരോടും അനുസരണക്കേട് കാണിച്ചവൻ അവൻ അതിര് കവിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇതിലെന്താണ് തെറ്റുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖുൽ, നീ പറയേണ്ടത് വമൻ യഅ്സില്ലാഹ വറസൂല എന്നാണ്. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവൻ, വറസൂല, ഇത് രണ്ടും വേറെ വേറെ പറയണം എന്നാണ്. നോക്കൂ, ആ പറഞ്ഞതിൽ യഥാർത്ഥത്തിൽ യഅ്സിഹിമ, അവരോട് രണ്ടുപേരോടും അനുസരണക്കേട് കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുക, അങ്ങനെയല്ല പറയേണ്ടത്. യഅ്സില്ലാഹ വറസൂല, രണ്ടുപേരും അങ്ങനെ ഹിമ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും ഒരേ രൂപത്തിൽ അങ്ങനെ ചേർത്ത് പറയാൻ പാടില്ല. ആ ഉപദേശകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹബ് എന്നാണ്, ഇവിടെ നീ പോന്ന. ഒന്നൊക്കെ എത്ര ഗൗരവത്തിലാണ് ആ പറഞ്ഞ ആശയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റും ആശയത്തിലില്ല. എന്നാൽ പോലും അള്ളാഹുവിനെയും റസൂലിനെയും ഒരേ ദമീറുണ്ട്, ആ വ്യാകരണത്തിന്റെ അറബി ഭാഷയുടെ ശൈലി കൊണ്ട് ഒരേ ശൈലിയിലേക്ക്, ഒരേ കാറ്റഗറിയിലേക്ക്, ഒരേ ഗ്രൂപ്പിലേക്ക് പാടില്ല എന്ന്. എത്ര ആലോചിച്ചു നോക്കുക, ആ ശബ്ദത്തിൽ, ആ ഒരു വാക്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഗൗരവം എത്രയാണെന്ന് ആലോചിച്ചു നോക്കുക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറയരുത്, സ്വഹാബികൾക്ക് ഉപദേശം കൊടുക്കുക, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങൾ ഒരാളും പറയരുത് അബ്ദി എന്ന്. നിങ്ങൾക്ക് അടിമകൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ജോലി ചെയ്തു തരുന്ന, നിങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്യുന്ന, സേവനം ചെയ്യുന്ന അടിമകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അന്ന് ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് അടിമകൾ ഉണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുക്ക് അടിമയായിരുന്നു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു. നിങ്ങൾക്ക് അടിമകൾ ഉണ്ടായിരിക്കും. പക്ഷേ ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറയരുത് അബ്ദി, എന്റെ അടിമ നിങ്ങൾ പറയരുത്. പിന്നെ അടിമേനെ എന്താ പറയാ? അടിമനെ പിന്നെന്താ പറയാ? ഫകുല്ലുക്കും അബീദുല്ലാഹ്, എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്, എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് എന്റെ അടിമ എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. വലാകിൻ ലിയഖൂൽ ഫതാഹ്, നിങ്ങൾ വേണമെങ്കിൽ എന്റെ സേവകൻ എന്ന് പറഞ്ഞു, എന്റെ ഖാദിം എന്ന് പറഞ്ഞു, എന്റെ സേവകനാണ്, എന്റെ സഹായിയാണ്, എന്റെ ഹെൽപ്പറാണ്, അങ്ങനെ പറഞ്ഞു. അബ്ദുള്ള, എന്റെ അടിമ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. കാരണം അങ്ങനെ പറയുന്നത് അള്ളാഹുവിന്റെ അടിമകളെ, ഒരിക്കലും എന്റെ അടിമ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ അടിമകളെ പോലെ അബ്ദുള്ള എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. എന്നാൽ പോലും ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ആ പ്രയോഗം പാടില്ല. ഇനി അതുപോലെ തന്നെ വലാ യഖുലിൽ അബ്ദ്, ഒരു അടിമയും പറയാൻ പാടില്ല, ഇങ്ങനെ അടിമ ആയിട്ടുള്ള ഒരു വ്യക്തിയും പറയാൻ പാടില്ല റബ്ബി എന്ന് പറയാൻ പാടില്ല, എന്റെ റബ്ബ് എന്ന് പറയാൻ പാടില്ല. അറബി ഭാഷയിൽ യഥാർത്ഥത്തിൽ റബ്ബി, മുറബ്ബി എന്നൊക്കെയുള്ള വാക്കുകൾ ടീച്ചർമാർക്ക് ഉപയോഗിക്കും. അങ്ങനെ ഒരാളെ പടിപടിയായി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരിക, പരിപാലിച്ചു കൊണ്ടുവരിക, ഓരോ സ്റ്റേജിലും അവിടെ ഇങ്ങനെ ഒരു കെയർ ടേക്കർ എന്നുള്ള അർത്ഥത്തിലും മുറബ്ബി എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കും. എന്നാൽ പോലും ഒരു അടിമ എന്ത് ചെയ്യാൻ പാടില്ല, തന്റെ യജമാനനെ റബ്ബി എന്ന് പറയാൻ പാടില്ല. വലാകിൻ ലിയഖുൽ സയ്യിദി, ഒരു മാസ്റ്റർ, എന്റെ നേതാവ്, എന്റെ ഉടമ, ആ അർത്ഥത്തിലേ പറയാവൂ, റബ്ബി എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല. സഹോദരങ്ങളെ, ഈ ഉദാഹരണങ്ങൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സംസാരങ്ങൾ,
നമ്മുടെ ചില വാക്കുകൾ അത് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തായിക്കൊള്ളട്ടെ, അത് ദേശീയ ഗാനത്തിന്റെ രൂപത്തിലാകട്ടെ, ദേശീയ ഗീതത്തിന്റെ രൂപത്തിലാകട്ടെ, നമ്മുടെ വാട്സപ്പിലെ സ്റ്റാറ്റസുകളിലെ ഒരു വാചകമാകട്ടെ, ഒരു വരിയാകട്ടെ, അതിൽ ഷിർക്കിന്റെ ഒരു വാചകമുണ്ട് എങ്കിൽ അതൊരിക്കലും എൻ്റെ ഉള്ളിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നല്ല. എൻ്റെ ഉള്ളിന്റെ ഉള്ളിലാണല്ലോ ഈമാൻ, ഇതിലൊക്കെ ഇപ്പൊ എന്താ ഇരിക്കുന്നത് എന്നുള്ള ഒരു നിലപാടുകാരാകരുത് ഒരു മുഅ്മിൻ. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ ഈ വിമർശിച്ച ആളുകളൊന്നും കാഫിറുകളായ ആളുകളല്ല, അവരൊക്കെ മുസ്ലിമീങ്ങളായ ആളുകളാണ്, അവരൊക്കെ മുഅ്മിനീങ്ങളായ ആളുകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളാണ്. എന്നിട്ട് പോലും ആ വാചകത്തിൽ ഷിർക്കിന്റെ ഒരു വാചകം വന്നാൽ, ഷിർക്കിന്റെ കുഫറിന്റെ ഒരു വാചകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തോടെയാണ് പറഞ്ഞത് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ഹലഫ ബിഗൈരില്ലാ, അള്ളാഹുവിനെ കൂടാതെ ഒരാളെ ചേർത്ത് ഒരാൾ സത്യം ചെയ്താൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയിന്ന്, ഔ അശ്റക, അല്ലെങ്കിൽ അവൻ മുശ്രിക്കായി പോയിന്ന്. നോക്കുക, നമുക്ക് പൊതുവെ പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, വാപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, അല്ലേ? അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് കഅബയെ തൊട്ട് സത്യം ചെയ്തു പറയാം, കഅബയാണ് സത്യം എന്ന് പറഞ്ഞു. അവിടുന്ന് തിരിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അള്ളാഹുവിനെ അല്ലാതെ ഒരാളെ സത്യം ചെയ്തു പറഞ്ഞാൽ അവൻ കാഫിറായി പോയി, ഫഖദ് കഫറ. അവിടെ ഇപ്പോ നമ്മുടെ ഉമ്മയാണ് സത്യം, അല്ലെങ്കിൽ വാപ്പയാണ് സത്യം, കഅബയാണ് സത്യം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയിട്ടുണ്ടോ? അള്ളാഹുവിനെ പോലെയാണ് കഅബ ഖാലിഖാണെന്ന് നമ്മൾ വിശ്വസിച്ചോ? നമ്മുടെ ഉമ്മയാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് നമ്മൾ വിശ്വസിച്ചോ? നമ്മുടെ വാപ്പയാണ് ഖാലിഖ് എന്ന് നമ്മൾ വിശ്വസിച്ചോ? ഇല്ല. എന്നാൽ പോലും ആ വാചകങ്ങളിലെ ഗൗരവം, സഹോദരങ്ങളെ, ഷിർക്കിന്റെ വാചകങ്ങളാണ് എങ്കിൽ അത് ഉച്ചരിക്കാൻ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ അവനെ അനുവദിക്കുകയില്ല എന്ന്. നമുക്ക് പക്ഷെ അതൊക്കെ നിസ്സാരമാണ് എങ്കിൽ, ഞാനതൊന്നും ഉൾക്കൊണ്ടിട്ട് പറയല്ലോ, അതൊക്കെ ഇങ്ങനെ നാവുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ എന്നൊരു നിലപാടുകാരനാണ് എങ്കിൽ നമ്മുടെ ഈമാൻ നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവമേറിയ പരീക്ഷണങ്ങളെ തൊട്ട്, നമ്മുടെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിന്റെ 106-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തുകയാണ്, മൻ കഫറ ബില്ലാഹ്, ആരെങ്കിലും കുഫ്ർ ചെയ്താൽ, സത്യത്തെ നിഷേധിച്ചാൽ, മിൻ ബഅദി ഈമാനിഹി, അവന്റെ ഈമാനിനു ശേഷം, ഈമാൻ ഉൾക്കൊണ്ടതിനു ശേഷം ആരെങ്കിലും പിന്നെ സത്യത്തെ നിഷേധിച്ചാൽ, ഇല്ലാ മൻ അക്രിഹ, ഒരു നിർബന്ധമായ സാഹചര്യത്തിലല്ലാതെ, ഇല്ലാ മൻ ഉക്രിഹ, ഒരു നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ, അവന്റെ ജീവന് ഭീഷണിയാകുമെന്ന് അവന് തോന്നുന്ന ഒരു സാഹചര്യത്തിലല്ലാതെ, അവന്റെ കുടുംബത്തിന് ഭീഷണിയാകുമെന്നൊരു സാഹചര്യം ഇല്ലാതെ, ഇല്ലാ മൻ ഉക്രിഹ, അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യം ഇല്ലാത്തടത്തോളം, അതേസമയം വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, അവന്റെ ഹൃദയത്തിൽ അങ്ങേറ്റത്തെ ഈമാൻ, ഉറച്ചിരിക്കുന്ന ഈമാൻ അവനുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇല്ലാ മൻ ഉക്രിഹ, നിർബന്ധമായ ഒരു സാഹചര്യം വന്നു, ജീവന് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ വലാകിൻ മൻ ശറഹ ബിൽ കുഫർ, അങ്ങനെ അതല്ലാത്തൊരവസ്ഥയിൽ ആരെങ്കിലും തന്റെ ഹൃദയത്തിനെ കുഫറിലേക്ക് സദറൻ ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹ് വലഹും അദാബുൻ അദീം, അങ്ങനെ അല്ലാത്തൊരു സാഹചര്യത്തിൽ ആരെങ്കിലും കുഫറിന്റെ വഴിയിലേക്ക് തന്റെ ഹൃദയത്തെ ചരിച്ചു വിട്ടാൽ അവൻ അല്ലാഹുവിന്റെ കോപമുണ്ട്, വലഹും അദാബുൻ അദീം, മഹത്തായ ശിക്ഷയും അവനെ പിടികൂടാനുണ്ട് എന്ന്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ അവതരിക്കുന്നത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. അവിടുന്ന് ധാരാളം പീഡനങ്ങൾ ഏറ്റുവാങ്ങി, തന്റെ ഉമ്മയും വാപ്പയും ഒക്കെ മുശ്രിക്കുകൾ കൊന്നുകളഞ്ഞു, വല്ലാതെ പ്രയാസപ്പെടുത്തി, അങ്ങേയറ്റം ക്രൂരമായ മർദ്ദനത്തിൽ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിനെയും പിതാവിനെയും കൊന്നുകളഞ്ഞു. സുമയ്യ ബീബിയുടെ ഒക്കെ ചരിത്രം പഠിച്ച ആളുകളാണ് നമ്മൾ.
അങ്ങനെ ഒരു അവസരത്തിൽ ഒരിക്കൽ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ഒരു കിണറ്റിൽ കൊണ്ടിട്ടിട്ട് കിണർ മൂടാണ് മേളുന്നത്. ആ സമയത്ത് പറഞ്ഞു, നീ പ്രവാചകനിൽ അവിശ്വസിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയണത് പോലെ നീ പറയണം എന്ന് പറഞ്ഞു. അമ്മാർ റളിയല്ലാഹു അൻഹു കിണർ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ചില വാക്കുകൾ, അവർ ഉച്ചരിച്ച ചില വാക്കുകൾ ഏറ്റു പറഞ്ഞു. കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിക്കൊണ്ട് ഈ സംഭവം പറഞ്ഞു. റസൂലേ, ഇങ്ങനൊരു അവസരത്തിൽ, ഇങ്ങനൊരു സന്ദർഭത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞുപോയി. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ വാക്ക് ഞാൻ ഏറ്റു പറഞ്ഞുപോയി റസൂലേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തായിരുന്നു ആ സമയത്ത്? കൈഫ തജിദു ഖൽബക, നിന്റെ ഖൽബിന്റെ അവസ്ഥ എന്തായിരുന്നു? ഖാല മുത്മഇന്നും ബിൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരുന്നു റസൂലേ, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞുപോയി എന്ന് പറഞ്ഞു. ഫഇൻ ആദു ഫഉദ്, ഇപ്പൊ ഇനി അങ്ങനെ അവർ ചെയ്താലും അങ്ങനെ തന്നെ ആവർത്തിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഉദ്ർ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർബന്ധമായ സാഹചര്യവും ഇല്ലാതെ തന്നെ, ഒരാളും നിർബന്ധിക്കാതെ, ഒരാളും ശാഠ്യം പിടിക്കാതെ, എവിടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് കണ്ടതിന്റെ പേരിൽ, ഒരു പത്രത്തിലെ വാർത്ത അറിഞ്ഞതിന്റെ പേരിൽ ഇനി എന്ത് ചെയ്യുമെന്ന് വ്യാകുലപ്പെട്ടുകൊണ്ട് ഞാനിപ്പോ ഇനി അങ്ങനെയൊക്കെ ഏറ്റു പറഞ്ഞില്ല എങ്കിൽ, ഞാനിപ്പോ എന്റെ ദേശീയ ഗീതമൊക്കെ പാടിയില്ലെങ്കിൽ എന്നെ രാജ്യദ്രോഹിയാക്കുകയില്ല എന്ന അങ്കലാപ്പിലും വിഷമത്തിലും ഒക്കെയാണ് നമ്മൾ. സഹോദരങ്ങളെ, ഈമാനിനെ ചോദ്യം ചെയ്യുന്ന ഈ രൂപത്തിലുള്ള വെല്ലുവിളികൾ ജീവിതത്തിലുടനീളം ഉണ്ടാകും എന്ന ഒരു ബോധ്യത്തിന് വേണം നാളെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനാണെങ്കിൽ അവൻ മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് നമ്മുടെ ഈമാനിനെ സദാസമയം ശക്തിപ്പെടുത്തിക്കൊണ്ട്, ഒരു നിർബന്ധ സാഹചര്യം ഇല്ലാതെ, ജീവന് ഭീഷണിയാകുന്ന ഒരു സന്ദർഭത്തിലല്ലാതെ ഒരു കുഫറിന്റെ വാചകങ്ങളും എന്റെ വായിൽ നിന്ന് വരികയില്ല. അത് ഏത് ഭാഷയിലാകട്ടെ, ആർക്കും മനസ്സിലാകാത്ത ഭാഷയോ നമ്മൾ മനസ്സിലായിട്ട് പഠിച്ചിട്ടില്ലാത്തൊരു ഭാഷ ഏതുമായിക്കൊള്ളട്ടെ, നമ്മുടെ നാവിൽ നിന്നും ഒരു ശിർക്കിന്റെയോ കുഫറിന്റെയോ വാചകങ്ങൾ ആ രൂപത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനവും ഉറച്ച നിലപാടും ഒരു മുഅ്മിനിന് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങൾക്ക് സ്ഥൈര്യം നൽകുമാറാകട്ടെ. നമ്മൾ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പം നൽകുമാറാകട്ടെ. ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു മുസ്ലിമായി ജീവിച്ചുകൊണ്ട് തന്റെ ഈമാനിനെ തുറന്നു കാണിക്കാൻ കഴിയാതെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.